NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല തനിക്കെതിരെ ഒരു വലിയ മരം അങ്ങ് ഡൽഹിയിൽ വളർന്നു പന്തലിക്കുകയാണെന്നുള്ളത്. അത് ഉപരാഷ്ട്രപതി തന്നെ നേരിട്ടിറങ്ങുകയാണെങ്കിൽ പിന്നെ കാര്യങ്ങൾ പറയേണ്ടതില്ലല്ലോ. ജി സുകുമാരൻ നായരെ ലക്ഷ്യമിട്ട് കടുത്ത വിമർശനങ്ങളുമായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും രംഗത്ത്. ഞാനാണ് ജനറൽ സെക്രട്ടറി, അതുകൊണ്ട് ഇന്നയാൾ വരണം, ഇന്നയാൾക്ക് വരേണ്ട എന്ന് തീരുമാനിക്കാൻ തനിക്ക് മാത്രമാണ് അധികാരം എന്ന ചിന്ത ഒരാൾക്കും പാടില്ല എന്നാണ് ഉപരാഷ്ട്രപതി പറയുന്നത്. നിങ്ങൾ തന്നെയാണ് എല്ലാം എന്ന് കരുതരുത് എന്നും പേരെടുത്തു പറയാതെ സുകുമാരൻ നായരെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചങ്ങനാശ്ശേരി പെരുന്നയിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ NSS നേതൃത്വം അനുമതി നിഷേധിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇത്തരം സന്ദർശനങ്ങൾ ശരിയല്ലെന്നായിരുന്നു അന്ന് NSS എടുത്ത നിലപാട്. സുരക്ഷാ ക്രമീകരണങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അവർ വിശദീകരിച്ചിരുന്നു. NSS കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന ഉപരാഷ്ട്രപതി മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം കോളേജിലെ പരിപാടിയിൽ പങ്കെടുക്കുമെന്നായിരുന്നു ആദ്യം അറിയിപ്പ്. എന്നാൽ അനുമതി നിഷേധിച്ചതോടുകൂടിയാണ് പുഷ്പാർച്ചന ഒഴിവാക്കേണ്ടി വന്നത്. BJP സംസ്ഥാന നേതൃത്വത്തിന് ഉൾപ്പെടെ വലിയ നാണക്കേടുണ്ടാക്കിയ ഈ വിവാദങ്ങൾക്കാണ് ഉപരാഷ്ട്രപതി ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. മന്നം സ്മൃതി എല്ലാവർക്കുമുള്ള ഇടമാണെന്നും മന്നം സ്മൃതി മണ്ഡപം എല്ലാവർക്കും വരാനുള്ള ഇടമാണെന്ന് വ്യക്തമാക്കിയായിരുന്നു ഉപരാഷ്ട്രപതിയുടെ പ്രസംഗം. അത് വെറുമൊരു പുഷ്പാർച്ചനയ്ക്കുള്ള സ്ഥലം മാത്രമല്ല, ഭാവി തലമുറയ്ക്ക് വലിയൊരു പ്രചോദനം കൂടിയാണ്. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയത് സർക്കാരുകളുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ശ്രമം കൊണ്ടല്ല, മന്നത്ത് പത്മനാഭന്റെയും ശ്രീനാരായണ ഗുരുവിന്റെയും കഠിന പ്രയത്നം കൊണ്ട് മാത്രമാണ് അത് സാധ്യമായത്. മന്നത്ത് പത്മനാഭനെയും ശ്രീനാരായണ ഗുരുവിനെയും മാറ്റി നിർത്തിയാൽ കേരളത്തിന് സനാതനധർമ്മം ഇല്ലെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഡൽഹിയിലെ പുതിയ സ്മൃതി മണ്ഡപത്തിൽ ജാതിമത ഭേദങ്ങൾ ഉണ്ടാകില്ല. ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ NSSകാർക്കുമുള്ള ഇടമാണ്. പെരുന്നയിലെ ഔദ്യോഗിക NSS നേതൃത്വവുമായി ബന്ധമില്ലാത്ത ഡൽഹി NSS കൂട്ടായ്മയാണ് ഈ സ്മൃതി മണ്ഡപം സ്ഥാപിച്ചത്. അതിന് ഉദ്ഘാടന ചടങ്ങിലാണ് ഉപരാഷ്ട്രപതി സംസാരിച്ചത്. പെരുന്നാൾ സ്വയം ശുദ്ധീകരിക്കപ്പെടുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ പരോക്ഷമായ ഭാഷയിൽ കടുത്ത വിമർശനം ഉന്നയിച്ചു. പെരുന്നാൾ സ്വയം ശുദ്ധീകരിക്കപ്പെടുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ. ഒന്നുകിൽ ഇപ്പോൾ അവിടെ അധികാരത്തിൽ ഇരിക്കുന്നവർ സ്വയം തിരുത്തണം, അല്ലെങ്കിൽ അവിടം സ്വയം ശുദ്ധീകരിക്കപ്പെടും. തിരുത്തപ്പെടുന്നതിന് ശേഷം വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് ബദൽ മാർഗങ്ങൾ കണ്ടെത്തണമെന്നും ഡൽഹിയിലെ ഈ കൂട്ടായ്മ അതിനൊരു മികച്ച മാതൃകയാണെന്നുമാണ് സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തത്. വിവാദങ്ങൾക്ക് പിന്നിലുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത് ഡൽഹി NSS കൂട്ടായ്മയാണ് തലസ്ഥാനത്ത് മന്നം സ്മൃതി മണ്ഡപം യാഥാർത്ഥ്യമാക്കിയത്. നേരത്തെ കേരള സന്ദർശന വേളയിൽ പശ്ചിമ ബംഗാൾ മുൻ ഗവർണർ CV ആനന്ദബോസിനും പെരുന്നയിലെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുമതി നിഷേധിച്ചിരുന്നു. ഇതിൽ പരാതി ഉണ്ടായിരുന്ന ആനന്ദബോസിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഡൽഹിയിൽ പുതിയ മന്നം സ്മൃതി മണ്ഡപം പണിയാൻ തീരുമാനിച്ചത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, മുൻ ഗവർണർ CV ആനന്ദബോസ് തുടങ്ങിയ പ്രമുഖർ ഡൽഹിയിലെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇവരുടെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. You never think that you are everything. You are everything because of the great contribution of our Karma Yogi Mannat Padmanabhanji. So we are only a tool to continue his good legacy. So we should take the society with us. I am the president. I am the general secretary. So you should not come, you should not come, we should not come. That should not be our aim. Everybody should come, everybody should contribute, everybody should serve. പെരുന്ന അവിടുത്തെ നടപടിക്രമങ്ങളുമായി ശക്തമായി മുന്നോട്ട് പോകും. നമുക്കതിനകത്ത് ദുഃഖമുണ്ടോ? നമ്മൾ അതിന് ഓൾട്ടർനേറ്റീവ് കണ്ടെത്തണം. ഇതൊരു ഓൾട്ടർനേറ്റീവാണ്. അതിനെ അവർ എതിർക്കുന്നില്ലല്ലോ. പെരുമയെന്ന് പറയുന്നത് മന്നത്ത് അപ്പൂപ്പന്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു മഹത്തായ സ്ഥാപനമാണ്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നടത്തുന്നതിന് കാലം പ്രവർത്തിക്കും. ഓർഗാനിക് ആയിട്ടുള്ള കോസ്മിക് ലോ ഉണ്ട്. ആ കോസ്മിക് ലോ പ്രകാരം അതിന്റെ ശുദ്ധീകരണം എല്ലാം നടന്നോളും. അതിപ്പോ ഇരിക്കുന്നവർ നടത്തിയെന്ന് വരും. ആവുന്നില്ലേ? ഇലക്ഷന് ശേഷം വലിയ ശുദ്ധി നടന്നില്ലേ? ഇല്ലേ? അതുപോലെ വരട്ടെ. പക്ഷെ അതിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാനോ അതിൻ്റെ ശക്തി മറ്റു ചില ഉദ്ദേശങ്ങൾക്കായിട്ട് അത് തകർക്കാനായിട്ട് ഇറങ്ങണ്ട. അതിനേക്കാൾ അയോഗ്യമായ ഒരുപാട് കാര്യങ്ങൾ പുറത്തുണ്ട്. നിങ്ങൾ എല്ലാം ഒരേ തട്ടിൽ വെച്ച് നിങ്ങൾ ഭയങ്കര ചൂസ് ചെയ്യാവരുത്, അല്ലേ?